ഹലോ ഗൈസ്, ഇന്ന് റോഷിയില്ല കേട്ടോ, അതുകൊണ്ട് കാര്യമായിട്ടുള്ളൊരു രസമില്ല. നമ്മളെ സൈറ്റ് ഇതാ നമ്മൾ ലെവൽ ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ബെൽറ്റ് അടിക്കണം രാവിലെ തന്നെ. അതുപോലെ തന്നെ നമ്മളെ വണ്ടിയിൽ എണ്ണ അടിക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയാണ് ഇന്ന് രാവിലെ തന്നെ ഉള്ളത്. എല്ലാവരും വർക്കേഴ്സൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് നേരത്തെ എത്തുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല കണ്ണാടി പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി നമ്മളിതാ ഇന്നലെ എവിടെയായിരുന്നു വെച്ചത്. ഇന്നലെ ഇവിടെ നിന്നാണ് വർക്ക് കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ തന്നെ അങ്ങ് വെച്ചു. ഇവിടെയൊക്കെ മൊത്തം പൊടിയായിട്ടുണ്ട്. ഇതൊക്കെ മാറ്റി അടിക്കാനുള്ള മണ്ണാണ്. ഇതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കണം. അതിന് സമയമായിട്ടില്ല. ആദ്യം ഇതിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. സൂര്യൻ എന്താ നല്ല രീതിയിൽ ഉദിച്ച് വരുന്നുണ്ട്. നമ്മുടെ റോഷിക്ക് ബദലിതാ വേറൊരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, രാവിലെ തന്നെ നല്ല രീതിയിലുള്ള സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറൊക്കെ ഇങ്ങനെ തിളങ്ങി വരുന്നുണ്ട്. നമ്മുടെ പണിയൊന്നും തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ റോളർ ഇതാ ബാക്കി ഒന്നുകൂടെ അടിച്ചിട്ട ഏരിയ ഒന്നുകൂടെ അടിച്ച് സെറ്റാക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഷി ഉണ്ടായിരുന്നെങ്കിൽ ഒരു വൈബായേനെ. പക്ഷേങ്കിൽ നമ്മുടെ റോഷി ഇന്നലെ പെടലി ഒളിക്കിയ കാരണം നാട്ടിൽ പോയി കേട്ടോ. ഇനി പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടേ നമ്മുടെ റോഷി വരുള്ളൂ. ഇന്നലെ മൂവൊക്കെ അടിച്ച് കാറ്റി കൊടുത്തതാണ്. നമ്മുടെ ഗ്രേഡർ വന്നു കേട്ടോ. അതുപോലെ തന്നെ മുകളിലും ഉണ്ട് ഗ്രേഡർ. 2 ഗ്രേഡർ വന്നിട്ടുണ്ട്. നമ്മുടെ ബൈ ചെയ്ത ഉഷാറായി നിൽക്കുന്നുണ്ട്. ആള് പാവാട്ടോ, നല്ല കമ്പനിയൊക്കെയാണ്. നമുക്കിതാ ഇവിടെ കുറച്ച് പണിയുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള മണ്ണിതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിലായിട്ട് ഇപ്പോൾ റോളർ അടിക്കുന്നുണ്ട്, ഒരു സൈഡിൽ JCB കട്ടൊക്കെ ചെയ്യുന്നുണ്ട് സൈഡിലായിട്ട് മണ്ണൊക്കെ. ഈ ടിപ്പർ നമുക്കുള്ളതാണ്. ഇവിടെ തട്ടിയിട്ട് ഇവിടെയൊക്കെ റെഡിയാക്കണം. അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. ഫസ്റ്റ് പണി അതാണ്. വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. വണ്ടി എടുത്തിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മളെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇനി അടിച്ചങ്ങ് തീർക്കൽ തന്നെയാണ്, വേറെ പരിപാടിയൊന്നുമില്ല. ഗൈസ്, മണ്ണ് കോരിക്കോരി നമ്മുടെ ബക്കറ്റ് മൊത്തം മണ്ണ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയാണ്. എന്നാൽ ഇതുകൊണ്ട് ഇങ്ങനെ നല്ല മഞ്ഞ് പെയ്യും പോലെ ഇങ്ങനെ പാറ്റി ലെവൽ ചെയ്യാൻ പറ്റും. നമ്മുടെ റോളർ അവിടെ പകർത്തിയായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഇവിടെ ആയിട്ട് നമ്മൾ ബെൽറ്റൊക്കെ ടൈറ്റ് ചെയ്യേണ്ട പരിപാടി നോക്കിയിട്ടുണ്ട് കേട്ടോ. ബെൽറ്റൊക്കെ ഇപ്പോൾ റെഡിയാക്കി ഇടുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ടൈറ്റാക്കിയിട്ട് വലിച്ച് ടൈറ്റാക്കിയിട്ട് അടിക്കണം. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ആറിവാളിന് ബെൽറ്റ് ഇടുന്നത്. ഇതിങ്ങനെ കോത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് വലിച്ച് ലൂസാക്കി ഇടണം. കുറച്ച് പണിയുണ്ട്. അപ്പം നമ്മുടെ ബൈ ചെയ്താ ഓരോന്നോരോന്നായിട്ട് വലിച്ചിടുന്നുണ്ട്. ഇനി ഇതൊക്കെ ടൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ മണ്ണും വരുന്നുണ്ട്. മണ്ണ് നമുക്കിതാ ആ സൈഡിലായിട്ട് ലെവൽ ചെയ്യണം. അപ്പോൾ അവിടത്തേക്ക് വരുന്ന മണ്ണാണ് ഈ ഏരിയ. ഇപ്പോൾ ഇവിടെ വരെ നമുക്ക് ബെൽറ്റ് അടിക്കാനുള്ള ഏരിയ ആയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. വെയിൽ നിലത്ത് തട്ടി അങ്ങോട്ട് തിളങ്ങുന്നുണ്ട്. നമ്മളെ വണ്ടി ഇതാ സെൻട്രലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെയൊക്കെ GSB തട്ടിയിട്ടുണ്ടേ. ഇതൊക്കെ ലെവലാക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മളല്ല, ഗ്രേഡർ ഉണ്ട് ലെവലാക്കാൻ. അപ്പോൾ നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഡീസൽ ടാങ്കർ ഇതാ അവിടെ റോളറിനൊക്കെ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡീസലിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് ഡീസൽ അടിക്കണം. ഡീസൽ കുറവാണ്. ഗൈസ്, കണ്ടില്ലേ, ഞാൻ ഈ ബക്കറ്റിൻ്റെ അടിയിലാണുള്ളത്. മുകളിൽ നല്ല വെയിലാണ്, അതുകൊണ്ട് ബക്കറ്റിൻ്റെ അടിയിൽ പോയി നിന്നാണ്. ഇനിയും ബക്കറ്റ് താവോ എന്നുള്ള പേടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ വണ്ടി പണി എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ വണ്ടീൻ്റെ ഒരു വിശ്വാസമുണ്ട്. മനുഷ്യന്മാർ ചതിച്ചാലും നമ്മുടെ വണ്ടി ചതിക്കൂല. ഒരു പഴയ വണ്ടിയാണെങ്കിലും നമുക്ക് വിശ്വാസമാണ് ഇതിൻ്റെ അടിയിലേക്കാൻ. നമ്മുടെ ഡീസൽ വണ്ടി അവിടെ കഴിഞ്ഞിട്ടില്ല.
റോളറിന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അവിടെ റോളറിനൊക്കെ ഡീസൽ അടിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് ഡീസൽ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡീസൽ ടാങ്കർ ഇതാ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം പമ്പിലൊന്നും പോയി അടിക്കാൻ പറ്റാത്ത ഏരിയകളിൽ ഇതുപോലത്തെ ടാങ്കർ വന്നിട്ടാണ് കേട്ടോ ഡീസലൊക്കെ അടിക്കാറ്. ഗൈസ്, ഇതാട്ടോ നമ്മുടെ വണ്ടി. നമ്മൾ ഡീസൽ അടിക്കുന്ന വണ്ടിയാണിത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇതാ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിഷൻ ഫുള്ളാക്കി. ഏകദേശം നമ്മുടെ മിഷനിലും ടാങ്കിലും കൂടി 196-200 ലിറ്റർ ഡീസലിൻ്റെ അടുത്തായി. അപ്പോൾ ഇനി ഈ കേന് 200 ലിറ്ററിൻ്റെ കേനാണ്. അപ്പോൾ ഏകദേശം ഒരു 2-3 ദിവസം അത്രയും എത്തും. അപ്പോഴേക്ക് മൊത്തം ഇച്ചാങ്ങായി കുടിച്ച് പറ്റിക്കും. അതിനുള്ള പണി ഇവനെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ക്രെയിൻ ഇതാ ഗ്രേഡർ ഇതാ ഇവിടുന്ന് ലെവലാക്കാൻ വേണ്ടി വരികയാണ്. നമ്മുടെ വണ്ടിക്ക് ഡീസൽ അടിച്ചു. ഇപ്പോൾ ഇതാ ഗ്രേഡറിന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രേഡറിന്റെ ടാങ്ക് അങ്ങ് ടോപ്പിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളിതാ ഡീസലൊക്കെ അടിച്ച് നമ്മുടെ ഡീസലിലെ വണ്ടി പോവാണ്. നമ്മുടെ ഗ്രേഡറിൽ ഡീസൽ അടിച്ചു, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിലും ഡീസൽ അടിച്ചു. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾക്ക് നമ്മുടെ വണ്ടിയിലെ ഡീസൽ തീരും, അത് ഉറപ്പാണ്. കാരണം അത്രയും പണിയുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്കർ പോവാണ് കേട്ടോ, ഡീസൽ ടാങ്കർ. ഗ്രേഡറിലും ഫുള്ളാക്കി, എല്ലാത്തിലും ഫുള്ളാക്കി. അപ്പോൾ നമ്മൾക്ക് ഡീസൽ എന്താന്ന് നമ്മുടെ ടാങ്കർ പോയി. ഇനി നമുക്ക് പണി തുടങ്ങാം. നമ്മൾ ഡീസൽ അടിച്ചത് സൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോളറൊക്കെ പണിയെടുക്കുന്നുണ്ട്, ട്രെയിനൊക്കെ. ഇതിൽ ഏതാണ്ട് ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട് കേട്ടോ. നല്ല അപാര വെയിലാണ്. നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇവിടെയൊക്കെ മൊത്തം മണ്ണടിച്ച് ഹൈറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈ ഓവറിൽ ചെറിയ രീതിയിലുള്ള കോൺക്രീറ്റ് കിടക്കുന്നുണ്ട്. കോൺക്രീറ്റ് ഇതാ ഇതുപോലുള്ള കൊട്ടയിലാക്കിയിട്ടാണ് മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലായിട്ടുള്ള കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രെയിനിൽ വെച്ച് ഇങ്ങനെ കൊട്ടയിലാക്കിയിട്ട് കോൺക്രീറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ കോൺക്രീറ്റ് ചെയ്യുക. അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കൊട്ടമെല്ലാം താത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ കൊട്ടക്കുള്ളിലേക്ക് കോൺക്രീറ്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സേഫ്റ്റി ഓഫീസർ ഇവിടെ ഉണ്ട്. കറക്റ്റ് കാര്യങ്ങളൊക്കെ പണിക്കാർ മുകളിൽ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സേഫ്റ്റി ബെൽറ്റും ഹെൽമെറ്റൊക്കെ ഇട്ട് മൊത്തം സേഫ്റ്റിയൊക്കെ റെഡിക്ക് നോക്കിയിട്ടാണ് കേട്ടോ ഇവിടെ പണിയെടുക്കുന്നത്. കാരണം ഒരാളെ ജീവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും നഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ ഇതാ ഈ കൊട്ടയ്ക്കുള്ളിലേക്ക് കോൺക്രീറ്റ് ഇതാ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ചെറിയ കോൺക്രീറ്റ് ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. വലിയ കോൺക്രീറ്റ് വരുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ബൂമ്പം ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യാണ് പതിവ്. കോൺക്രീറ്റ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊട്ടക്കകത്ത്. അതിപ്പോൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണിക്കാർ അത് മുകളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ കോൺക്രീറ്റിന് വേണ്ടിയിട്ട്. ഇതെങ്ങനെയാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ അത് ക്രെയിനിങ് മുകളിലോട്ട് ഇങ്ങനെ കോൺക്രീറ്റും കൊണ്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കോൺക്രീറ്റ് ഏതാണ്ട് മുകളിലെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പണിക്കാരൊക്കെ അവിടെ അതാ കോൺക്രീറ്റ് എടുത്ത് സെറ്റായി നിൽക്കുന്നതാണ്. കോൺക്രീറ്റ് എടുത്ത് ഫില്ലാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഫ്ലൈ ഓവറിൻ്റെ ചെറിയ ഭാഗങ്ങൾ
നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. താഴെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ട് കോൺക്രീറ്റ് അതിലോട്ട് മറിക്കണം. അപ്പോൾ ഇതാ കോൺക്രീറ്റ് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വൈബ്രേഷനും ചെയ്യുന്നുണ്ട് ആ ടൈമിൽ തന്നെ. ഇതൊക്കെ നോക്കി ചെക്ക് ചെയ്ത് നമ്മുടെ സേഫ്റ്റി ഓഫീസറും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മുകൾ ഭാഗത്തോട്ടായിട്ടാണ് മൊത്തം പണി നടക്കുന്നത്. ഇടത് വശത്തിൽ ഗ്രേഡർ വലിക്കുന്നുണ്ട്, വലതുവശം ഇതാ റോളർ അടിച്ച് കളർഫുള്ളാക്കി എടുക്കുകയാണ്. താഴെയായിട്ട് ഇതാ നമ്മുടെ ക്രെയിന് ആറിവാളും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവെക്കുന്നുണ്ട്. നമ്മുടെ JCB താഴെ കട്ട് ചെയ്യുന്നുണ്ട്. മൊത്തം പണിയാണ് കേട്ടോ. നല്ല വെയിലും മൊത്തം പണിയും. ഇതാ ഇവിടെ ആയിട്ട് ഇനി ബെൽറ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ടേപ്പൊക്കെ പിടിച്ച് അളവെടുത്തിട്ട് എല്ലാം മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രേഡർ വലിച്ച സ്ഥലം മൊത്തം ഇപ്പോൾ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ താഴെ നമ്മുടെ JCB പണിയെടുക്കുന്നുണ്ട്. ചെറിയ മണ്ണ് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആടെ ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ ലെവൽ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ റോളർ അടിച്ച് റെഡിയാക്കണം. റോളർ ഇപ്പോൾ ഇവിടെ ബിസിയിലാണ്. ഇത് കഴിഞ്ഞിട്ടേ ഇപ്പോൾ താഴോട്ട് പോകുള്ളൂ. നമ്മളിതാ താഴെയായിട്ട് ഇപ്പോൾ ആറിവാളൊക്കെ ഇവിടെ വെച്ച് തുടങ്ങി. അടുത്ത സ്റ്റെപ്പ്. അതുപോലെ തന്നെ ഇതാ സൈഡിലായിട്ട് മൊത്തം ബെൽറ്റ് അടിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് ഈ ബെൽറ്റ് അടിച്ച് ഇതിൻ്റെ മുകളിൽ മണ്ണിടുമ്പോൾക്ക് നാളെ അടുത്ത പാനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഈ ഭാഗം പൊക്കി കൊണ്ടുവരണം. ഇപ്പോൾ ഏതാണ്ട് ഒരു പാനൽ നമ്മൾ പൊക്കി. ഇനിയിപ്പോൾ നാളെ മുതൽ ഓരോ പാനലായിട്ട് പൊക്കി വരണം. അപ്പോൾ നമ്മുടെ പണിക്കാരെല്ലാം ഇവിടെ തിരക്കി പിടിച്ച പണിയിലാണ്. എല്ലാവരും ഇതാ ബെൽറ്റ് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആറിവാളിൻ്റെ പാനലൊക്കെ നമ്മൾ ടൈലറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ക്രെയിന് അതൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ ഒരുപാട് പാനലൊക്കെ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പാനൽ 3 ഒരുമിച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാണ് ഇറക്കുന്നത്. വളരെ റിസ്ക് എടുത്ത് വളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് റിസ്ക് ആയിട്ട് ഒന്നും ശിവലിക്കതൊരു റിസ്ക് അല്ല. പൊടിയാ വണ്ടി ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കുകയാണ്. ഇത്രയും നീളമുള്ള വണ്ടിയാണ് കേട്ടോ. ചെറിയ സ്ഥലത്ത് നിന്ന് കളിച്ചോണ്ട് ഏത് അമ്പി അത് പോയി പോട്ടെ അത് സെറ്റാ. അത് വിട്ട് മണാങ്ങ് വരി കുറച്ച് റെഡിയാ. ഈ കമ്പി ഒഴിവാക്കി എടുക്കണം. ടൈലർ കണ്ടോ ഒടിഞ്ഞു വരുന്നത് കണ്ടോ. ഓ സെറ്റ് ആയിക്കില്ലേ. ആ മതി പോവാ. ആ കമ്പി വളക്കാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഇത് ഇത്രയും വലിയ വണ്ടി ഇത്രയും ചെറിയ സ്ഥലത്ത് നിന്ന് വളക്കണ്ടേ. നമ്മുടെ ടൈലർ വളച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ടൈലർ സാധനം ഇറക്കി ഇതാ പോവാണ്. മൊത്തം ആറിവാള് ഒക്കെ ഇറക്കി കഴിഞ്ഞു കേട്ടോ. അപ്പം അവർ വേറെ പണിക്ക് വേണ്ടി പോവാണ്. നമ്മളെ പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ടൈലർ പോയി കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേഡറിൻ്റെ എല്ലാം പണി കഴിഞ്ഞു. ഇപ്പോൾ 2 ഗ്രേഡർ എന്താ ഇവിടെ നിർത്തിയിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് നമുക്കിന്ന് ഓവർ ടൈമും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ആറിവാളൊക്കെ നമ്മുടെ ക്രെയിൻ ഇവിടെ സൈഡിലോട്ട് മാറ്റി റെഡിയാക്കി വെക്കുന്നുണ്ട്.